CPM നേതാവിന്റെ മകൾ വീട്ടുതടങ്കലിൽ ഇതര മതസ്ഥനെ വിവാഹം കഴിക്കണമെന്ന് അറിയിച്ചതോടെ ക്രൂരമർദ്ദനം. CPM കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് PV ഭാസ്കരനും കുടുംബത്തിനുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി മകൾ സംഗീത രംഗത്ത്. തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി യുവതി കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ വിശദീകരണം നൽകാൻ യുവതിയുടെ പിതാവും കുടുംബാംഗങ്ങളും ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഇതിനിടെയാണ് വീഡിയോ സന്ദേശത്തിലൂടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. തന്നെ സഹായിച്ച വൈദ്യരെ ഇല്ലായ്മ ചെയ്യാൻ പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും പിതാവ് വീട്ടിൽ നിന്നും ഫോൺ ചെയ്തത് നേരിട്ട് കേട്ടുവെന്നും വൈദ്യർ ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണ് വേട്ടയാടുന്നതെന്നും യുവതി പറയുന്നു. ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്ന് യുവതി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന സംഗീത വീട്ടിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിക്കുന്നു. ഒരു രഹസ്യ ഫോൺ ഉപയോഗിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് യുവതി തന്റെ ദുരിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. തന്റെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവിട്ടു എന്ന് പിതാവ് പറഞ്ഞത് കള്ളമാണെന്നും ചിലവഴിച്ച തുകയുടെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും യുവതി പറയുന്നു. സത്യം മറച്ചുവെക്കാനാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നതെന്നും ഒരു ഭാഗം മാത്രം പറഞ്ഞ് സത്യം മറച്ചുവെക്കാനാണ് നീക്കമെന്നും യുവതി പറയുന്നു. വൈദ്യർക്കെതിരെ തന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും അതോടെ സത്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നും യുവതി പറയുന്നുണ്ട്. തന്നെക്കുറിച്ച് പറയേണ്ടതെല്ലാം തന്റെ മകനോട് പോലും പറഞ്ഞു പഠിപ്പിച്ച് എല്ലാവരും നല്ലതുപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് പത്രസമ്മേളനത്തിന് പോയതെന്ന് യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. തനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കിയെന്നും അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും സംഗീത പറയുന്നു. ഒരു ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം അതിരുകടന്നതെന്നും അവർ വ്യക്തമാക്കി. തലയ്ക്ക് പലപ്പോഴായി അടിച്ചിട്ടുണ്ടെന്നും പോയി ചാകാൻ പലതവണ ആവശ്യപ്പെട്ടതായും യുവതി പരാതിയിൽ പറയുന്നു. നേരത്തെ വീട്ടുതടങ്കലിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട് സംഗീത സുഹൃത്തിന്റെ സഹായത്തോടെ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നതെന്ന പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കോടതിയിൽ ഈ ഹർജി നിലനിന്നില്ല. താൻ തടങ്കലിലാണെന്ന വിവരം പോലീസിനോട് പറയാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാരണം പോലീസ് തന്നോട് ഒരു വിവരവും ആരാഞ്ഞില്ലെന്ന് സംഗീത ആരോപിക്കുന്നു. പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് വിശ്വാസമുള്ളതിനാലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതെന്നും അവർ പറയുന്നു. തന്റെ അവസ്ഥ വിവരിച്ച് സംഗീത കഴിഞ്ഞ ദിവസമാണ് SP-ക്കും കളക്ടർക്കും പരാതി നൽകിയത്. ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത്. എത്രയും പെട്ടെന്ന് വീട്ടുതടങ്കലിൽ നിന്നും പീഡനത്തിൽ നിന്നും മോചനം ലഭിക്കണമെന്നാണ് സംഗീതയുടെ അടിയന്തരമായ ആവശ്യം. യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല.